മാലതി അണിഞ്ഞൊരുങ്ങ് മംഗള കുങ്കുമണിഞ്ഞൊരുങ്ങ് മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങ് മംഗള കുങ്കുമണിഞ്ഞൊരുങ്ങ് മിന്നി നിൽക്കൂ വിളക്കായി നീ പൂത്തു നിൽക്കൂ പൂനിലാവായി പ്രണയരാ. കഴിഞ്ഞ മാസം ഇതുപോലൊരു വെള്ളിയാഴ്ച ഇതുപോലൊരു ചടങ്ങ് കഴിഞ്ഞത് എന്റെ പെണ്ണ് കാണാൻ ചടങ്ങ്. മനസ്സമ്മതവും കഴിഞ്ഞു. കൂടി വന്ന ഒരു 6 മാസം കൂടി ഉള്ളു ഈ ഹോസ്പിറ്റലിൽ എന്റെ കഷ്ടപ്പാട്. അത് കഴിഞ്ഞ് എന്റെ ഏട്ടായി ഉണ്ടല്ലോ, എന്റെ കെട്ടിയോന് സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടർ എന്നെ കൊണ്ടങ്ങ് പറക്കും അങ്ങ്. കൂടി എന്നാ ഒരു 6 മാസം മതിമുഖി മാലതിയാണിഞ്ഞൊരുങ്ങ് മംഗള ദുന്ദുഭിയാണിഞ്ഞൊരുങ്ങ് മണി. സുധാകരന് 80 വയസ്സ്, രാമേന്ദ്രൻ 86 വയസ്സ്, എല്ലാം 80+ ആണ്. കുഴപ്പമില്ല. എന്നാൽ ഈ വയ്യാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നത് നമ്മളെ പോലുള്ളവർക്ക് ഒരു സന്തോഷം. ഓ സിബിച്ചായൻ വിളിക്കുന്നു. എന്തോ ഞാൻ ഡ്യൂട്ടിയിലോട്ട് കേറാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ സിബിച്ചായനും വീഡിയോ കോൾ വരാൻ കൊണ്ടൊരു സമയം. സിബിച്ചായ സുഖം. How are you? എന്തോ സിബിച്ചായ ഈ ടൈമിൽ വിളിക്കുന്നത്? ഞാൻ ഡ്യൂട്ടിയിലോട്ട് അങ്ങോട്ട് കേറാൻ തുടങ്ങിയതല്ലേ ഉള്ളായിരുന്നു. ഡ്യൂട്ടി ചെയ്തോ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പെടങ്ങും കേട്ടോ. വയ്യാത്തവരില്ല, അവിടെ കടന്നോളൂ. എവിടെ എഴുന്നേറ്റ് പോകത്തില്ല. സിബിച്ചായൻ പറ എവിടാ ഇത്? ഞാനേ ജോലിയുടെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോ മോളെ വിളിച്ചതാ. അങ്ങോട്ട് തിരിഞ്ഞേ. തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്താടി എന്നെ ഡോക്ടറാന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നില്ലയോ? ഗോതമ്പൊടി പൊടിപ്പിക്കുന്ന മില്ലിലും കണ്ടാ ജോലി. എന്റെ ദേഹത്ത് കർത്തമാണ് ഇത് പൊടിയല്ലെന്ന്. പിന്നെ എടി ഞാൻ സ്വിറ്റ്സർലൻഡിലല്ലേ, ഇവിടെ ഇപ്പൊ മഞ്ഞ് പൊഴിയുന്ന സമയം. മഞ്ഞ് ദേഹത്തെല്ലാം വീണ് കിടക്കുവാണെന്ന്. ഇവിടെ വിന്ററാ. ആണോ? ഇവിടെ ഉമ്മറോ? അല്ല, ഇവിടെ സമ്മർ. ഇവിടെ ഭയങ്കര ചൂടാ ഇവിടെ. അന്നക്കുട്ടി, എന്തോ നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് ഇച്ചാൻ ഇനി കയറി പോന്നല്ലേ. ഞാനിപ്പോ എല്ലാ രാത്രികളിലും അന്നക്കുട്ടിയെ ഓർക്കും. രാത്രി മാത്രം ഓർക്കാൻ ഞാൻ എന്താ ടോർച്ചാണോ? അന്നക്കുട്ടിക്ക് എന്നെ കാണാൻ കൊതിയാന്ന് തോന്നല്ലേ? എനിക്കോ? സിബിച്ചായനെ എപ്പ വിളിക്കും, സിബിച്ചായനെ എപ്പ കാണാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞ ഞാൻ എന്റെ കണ്ണിൽ ബെറ്റാഡിയൻ ഒഴിച്ച് കാത്തിരിക്കുവാ. കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നല്ലേ പറയണ്ട? അത് വീട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണ, ഇവിടെ ആണെങ്കിൽ ബെറ്റാഡിയൻ. ഉള്ളതല്ലേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മോളുടെ ജോലി നടക്കട്ടെ. പിന്നെ ചാനും പതിവ് കിട്ടിയില്ല. എന്താ നാണം നിനക്ക്? എനിക്ക് നാണോ? വേണ്ട ഇപ്പൊ വേണ്ട. എന്നാ ഞാൻ ഇപ്പൊ കട്ട് ചെയ്യും. നിർബന്ധിക്കണോ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ പിടിക്കാൻ ഞാൻ. അല്ലെങ്കിൽ സിബിച്ചായനിങ്ങനെ സന്ദർഭം നോക്കാതെ. ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നല്ലോ. ഒരു ഗുളികയുണ്ടേ. എന്റെ ദൈവമേ, ഇങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ ബെഡ് കാണത്തില്ല. എഴുന്നേറ്റ് അങ്ങ് നടക്കുക, കാലിൽ പ്ലാസ്റ്റർ ഇട്ടേക്കുക. കാലി പ്ലാസ്റ്റർ ഇല്ലയോ? അല്ലാതെ പാദസരം ഒന്നല്ലല്ലോ ഇട്ടിങ്ങനെ കിളിക്കാനായിട്ട്. സംഭവം എന്താന്ന് വെച്ചാൽ, അണ്ടർആർമിന്റെ പോക്കറ്റ് ഇച്ചിരി ചില്ലറ പൈസ ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോയി ഇത് ഊരിട്ട് തിരിച്ചിട്ടപ്പം നിക്കർ അകമ്പുറം തിരിഞ്ഞു. പോക്കറ്റിൽ കിടന്ന പൈസ പ്ലാസ്റ്റർ നാട്ടിൽ അതിന്റെ സൗണ്ടാ കേൾക്കുന്നത്. ഇതൊന്ന് എടുത്തു തരാമോ? എനിക്ക് അതല്ല തൊഴില്. അല്ല, എടുത്തു തരണം. എടുത്തരത്തില്ല. ഇപ്പൊ എടുക്കണം നിർബന്ധം. പൈസ ചവിട്ടി നടക്കല്ലെന്ന് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. എടുത്താ സിസ്റ്റർ പ്ലീസ്. ചുമ്മാ വേണ്ടാത്ത പണി ഒപ്പിച്ചേട്ടെ. 100 ജോലി അല്ലാതെ കിടക്കുന്നു. 5 എത്ര സിസ്റ്റർ? 5 10. 10 എത്ര? 15. 15 രണ്ടും 17. 19 രൂപ ഉണ്ട്. അത് 2 രൂപ കാണുന്നില്ല. ഇന്നത്തില്ല 2 രൂപ കാണുന്നില്ല. 2 രൂപ കാണുന്നില്ലെന്ന് വെച്ചാ ശ്രദ്ധിച്ചു നോക്കാം. അവിടെ കാണും. സിസ്റ്റർ എടുത്തായിരുന്നു. എന്റെ പൊന്നു ടിപ്പു സുൽത്താനെ, ഞാൻ കണ്ടില്ല പൈസ. അവിടെ പോയിരിക്കണോ? ഞാനിപ്പോ ബാത്റൂമിൽ പോയില്ലയോ? അവിടെ കൊടുത്തായിരിക്കും 2 രൂപ. പിന്നെ ഞാൻ KSRTCയുടെ ബാത്റൂമിൽ പോയപ്പോലും പൈസ കൊടുക്കാത്തവനാ. അത് ഞാൻ അവിടെ കൊണ്ട് പൈസ കൊടുക്കുന്നു. അല്ല, സിസ്റ്റർ എടുത്തതാ. എനിക്ക് എന്റെ കാര്യമില്ല കേട്ടോ. എനിക്ക് 1-ാം തരം ഒരു ജോലിയുണ്ട്. അതുമല്ല 6 മാസം കഴിയുമ്പോ ഞാൻ എന്റെ ഭഗവാനെ, എന്റെ 2 രൂപ എടുത്ത് ആരായാലും അവരെയൊക്കെ ഉണ്ടല്ലോ. അതെന്റെ പൈസ ഞാൻ ഇപ്പൊ ഇയാൾക്ക് തന്നത്. എനിക്ക് എന്റെ കാര്യമില്ല. ഇയാളെന്താ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കുന്നത്? എനിക്ക് മൂത്രം അടിക്കാൻ പോകണ്ടേ? എടാ, മൂത്രം
ഒഴിക്കാനുള്ള ബോട്ടിലല്ലേ ആ താഴെ വെച്ചേക്കുന്നത്? ഇതോ? ആ പുതിയ ബോട്ടിൽ ഇന്നലെ ഇയാൾക്ക് തന്നില്ലയോ? ഇത് മൂത്രമൊഴിക്കാനുള്ളായിരുന്നോ? പിന്നെ ഞാൻ ഇന്നത്തെ 3-4 ദിവസം കൊണ്ട് കടുങ്കാപ്പി വാങ്ങിക്കുന്നത്. ഇന്നാണ് ഉച്ചയ്ക്ക് കഞ്ഞിയും വാങ്ങിച്ചു. എടോ അത് യൂറിൻ കളക്ടർ ആണ്. ഓ അവിഞ്ഞ രൂപവും കിടിലം പേരും കളക്ടർ. എടോ യൂറിൻ കളക്ട് ചെയ്യുന്ന ബോട്ടിലാണെന്ന്. എന്റെ പൊന്നു സിസ്റ്റർ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ല, അറിവും എനിക്കില്ല. ഞങ്ങൾക്ക് അത്ര നിർബന്ധമാണ്. ഇനി എണീറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂറിൻ ബാഗ് തരാം. ആണോ? അന്ന് 2 തരണം. പെങ്ങളുടെ 2 പിള്ളേരുണ്ട്. ഇപ്പൊ സ്കൂൾ ഉറക്കുമില്ല. മാമന്റെ വകയായിട്ട് 2 അവർക്ക് കൊടുക്കാം. സ്കൂൾ ബാഗിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യൂറിൻ ബാഗ് അതാകുമ്പോ ഇയാൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കേണ്ട കാര്യം അയ്യോ, അത് ഞാൻ പൊക്കിക്കൊണ്ടൊക്കെ നടക്കണ്ടേ? അത് എനിക്ക് എന്തിനോട്ട് ഇന്നത്തെ ചേട്ടാ ഗുളിക ചുമ്മാ ഗുളികയും തിന്നത്തില്ല. ഇവിടെ അങ്ങ് കിടക്കാന്ന വിചാരം. ഇത് രാവിലെ ഇച്ചിരി കഴിഞ്ഞ് ഇപ്പൊ തന്നെ നിന്നു. ഇത് ഉച്ച അവിടെ വെക്കാൻ പറ്റത്തില്ല. ഞാൻ ലോക്ക് ചെയ്തേക്കും. അവിടെ വെക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇങ്ങോട്ടും പറ്റത്തില്ല. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തൊക്കെ സംഭവമാണ്. സിസ്റ്റർ പെട്ടു. ഞാൻ ജയിച്ചു. കളിക്കാനാണോ ഞാൻ തന്നത്? ആണോ? പഞ്ചാര ഉണ്ടോ? പഞ്ചാര എന്താ? അല്ല ഈ ഗുളികയുടെ കവർപ്പൊന്ന് വായിന്ന് പോകാനെ കൊണ്ട് പഞ്ചാര ഉണ്ടോ? കുഞ്ഞുമാവയാണോ? ഒന്നാമത് ഇയാൾക്ക് ഷുഗറാ. ഇന്നലെ ആണെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് പോയി അത് ടെസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല. ഞാൻ ആര് പറഞ്ഞു? ഞാൻ കണ്ടോ ഒരു ഇതിനകത്ത് എടുത്തോണ്ട് പോകുന്നത്. അതിനെക്കാട്ടി മുമ്പേ ഉറുമ്പെടുത്തോണ്ട് പോയി ഇയാളുടെ ബ്ലഡ്. സംസാരിക്കരുത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നാണം ഉണ്ടോടോ ഇയാൾക്ക്? ഗുണ്ടയാണ് പോലും ഗുണ്ട. 6 മാസം മുന്നേ ഇയാൾ കുത്തും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. അന്നേരം പരിചരിച്ച് ഞാൻ അങ്ങ് വിട്ടു. ഇപ്പോഴും 6 കയ്യിൽ നിന്ന് കുത്തും മേടിച്ചോണ്ട് വന്നേക്കുവാ. ഇയാൾക്ക് നാണമില്ല ഇങ്ങനെ കുത്തും കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് കിടക്കാന്? പിന്നെ ഗുണ്ടോളൂ പിന്നെ ആശുപത്രി കുത്തും മേടിച്ചോണ്ടല്ലാതെ വല്ലവരും കത്തും മേടിച്ചോണ്ട് വരാൻ പറ്റും? അല്ല അല്ല എടോ ഇയാളോടൊരു കാര്യം പറയാം. ഇതുപോലെ ഇനി പരിചരിക്കാൻ ഞാൻ കാണത്തില്ല. 6 മാസം കഴിഞ്ഞ് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. 6 മാസം സ്വിറ്റ്സർലൻഡിൽ പോകുന്നു? യെസ്. രാജിവെച്ച് പോകണോ? രാജിവെച്ച് പോകല്ല. എന്റെ കല്യാണം എന്റെ കെട്ടിയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ ഡോക്ടറാണോ? സ്വിറ്റ്സർലൻഡിലെ ഡോക്ടറാണോ? അതെ അതെ. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ വെച്ച് പുള്ളിക്ക് ഒത്തിരി പെണ്ണുങ്ങളെ കാണാലോ. ആവശ്യമില്ലാത്ത സംസാരിക്കരുത് കേട്ടോ. മനസ്സമ്മതത്തിന്റെ അന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, അന്നത്രേസി അതായത് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഇച്ചായൻ ആണെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് കണ്ണുമ വെട്ടാതെ 1/2 മണിക്കൂറാണ് നോക്കി നിന്നത്. അറിയാമോ? പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്ന് ഓർത്ത് നിന്നായിരിക്കും. അങ്ങനെയുള്ള ഒരാള് സ്വിറ്റ്സർലാൻഡിലെ ആരെയും കാണത്തില്ല, എന്നെ മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ എന്ത് പറയുന്നേ? സ്വിറ്റ്സർലാൻഡിലെ പെണ്ണുങ്ങളെ കാണുമെന്ന് പറഞ്ഞു. അയ്യോ, സ്വിറ്റ്സർലാൻഡിലെ പെണ്ണുങ്ങളെ കാണുമെന്നല്ല, സ്വിറ്റ്സർലാൻഡിൽ പെൺകിന്നുകളുണ്ട്, അവരെ കാണാമല്ലോ എന്നാ പറഞ്ഞത്. അതെ ഇയാൾ മരുന്ന് കഴിക്കും. അയ്യോ എടോ ഇന്നലത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന്റെ റിസൾട്ട് വന്നായിരുന്നോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു? ആര് കൊടുത്തു? വെളിയിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലായിരുന്നോ? അയ്യോ, അത് വെളിയിൽ ടെസ്റ്റിന് കൊടുക്കണമെന്നാണോ? പിന്നെ അവനെ പോത്ത് കുടിക്കും, അവനെ മൂടിച്ചാണ് എല്ലാ ശനി പരുവത്തിലാക്കിയാലും അവനെ കുത്തി കീറിച്ചാണ് കിട്ടും. ആ നാക്കിഞ്ഞതാ, അതാ നല്ലത്. ഇതിനെക്കാളും മൂർച്ചയാ നിങ്ങളുടെ നാക്കിന്. ആവശ്യമില്ലാതെ കിടന്ന് വാവക്കരുത് ഞാൻ പറഞ്ഞു കേട്ടാ. ഈ അന്നത്ര ചേരാന്ന് ഇയാൾക്ക് അറിയത്തില്ല. എന്നാ സിസ്റ്റർ എന്നെ അറിയത്തില്ലേ? അറിയാള് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ആച്ചാന് കുത്ത് കിട്ടിയിട്ട് ഇവിടെ വന്ന് കിടന്നില്ലായിരുന്നു? ഓ കത്തിയും കൊണ്ട് ആൾക്കാരെ പേരിട്ട് ജീവിക്കുന്ന ആള്. ജോലി വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. എന്താടോ എന്തുവാ? അല്ല എനിക്ക് താൻ ആരാ? താൻ ആരാടോ? ഞാൻ വൈസ് ചാൻസലർ. സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നോണ്ട് എൻട്രി അല്ലായിരുന്നോ? ഏത് കോളേജിലെയാ? അല്ല ഞാൻ ആശാനെ നോക്കാനൊക്കെ കൊണ്ടുവരുന്നത്. ആശാനെ നോക്കാൻ വന്നത്? അത് ബൈ സ്റ്റാൻഡർ. ഇംഗ്ലീഷ് അത്ര വശമല്ല. പിന്നെ എന്തിനാ പണയാൻ പോയത്? എനിക്ക് ഗമയ്ക്ക് അടിച്ചതാ. ഗമയ്ക്ക് പറയാൻ പറ്റുന്നൊന്നും അല്ലത്. എന്നെ ഓർമ്മയില്ലേ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എടാ രാജുവേ, എന്നെ കെട്ടുരുപ്പൊടി ഒരുക്കി ഇരുത്തിയേക്കല്ല ഇവിടെ. എന്നോടും കൂടെ ഒന്ന് മിണ്ടടാ ഇടയ്ക്ക്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആശാൻ ഇവിടെ വന്ന് കിടക്കുന്നു. എന്തു പറഞ്ഞു? അല്ല ഞാൻ അന്ന് ഇവിടെ വന്നില്ലായിരുന്നു. ഓറഞ്ച് ഓറഞ്ച് എനിക്ക് വേണ്ട ഓറഞ്ച്. നല്ല സ്റ്റിക്കർ ഇട്ടിച്ച് ഓറഞ്ച്. ആ സ്റ്റിക്കർ ഇളക്കല്ലേ, കേടാണ് ആ ഭാഗം. രാജുവേ, 2 അല്ലി ആശാൻ കൊടുത്താടാ. ആ അല്ലി നിന്നിട്ട് ഓറഞ്ചിന്റെ അല്ലി നിന്നിട്ട് ഗുരു കേടാക്കണം. അവിടെ മര്യാദ കൊടുക്കരുത്. എടോ എനിക്ക് വേണ്ടെന്ന് ഓറഞ്ച്. ഞാൻ സ്നേഹത്തോട് തരില്ല. ഞാൻ അന്ന് തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ശ്രദ്ധിക്കുന്നുണ്ട്? അല്ല എനിക്ക് തന്റെ പ്രശ്നം എന്തുവാ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓറഞ്ച് ഒന്നും വേണ്ട. സിസ്റ്റർക്ക് ഇനി കേരളത്തിൽ ഓറഞ്ച് ഒന്നും വേണ്ട. സിസ്റ്റർ സ്വിറ്റ്സർലാൻഡിലെ ഓറഞ്ച് തിന്നാൻ പോവാ. സ്വിറ്റ്സർലാൻഡിൽ വരെ ഓറഞ്ച് ഞാൻ പോകുന്നത്. ഞാൻ മാറ്റി തരാം ഇഷ്ടത്തിന് നല്ല കിടക്കട്ടെ ഓറഞ്ച്. ഞാൻ വന്നേ, അവര് സ്വിറ്റ്സർലാൻഡിൽ പോയി ഓറഞ്ച് തിന്നാൻ പോകുന്നല്ല പറഞ്ഞത്. അവരെ ഒരു സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടറാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അവർ സ്വിറ്റ്സർലാൻഡിൽ പോകുന്ന പറഞ്ഞത്. ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. നീ ഇങ്ങനെ ഓറഞ്ചും പിഴിഞ്ഞോണ്ട് നടക്കത്തേ ഉള്ളടാ.
ആശാരി എന്തുവാ ആ പെണ്ണിനോട് പറയാമോ സിസ്റ്റർ ഡോക്ടറെ കളഞ്ഞിട്ട് എന്നെ കെട്ടാമെന്ന്. അന്നാ സിസ്റ്ററെ എന്തായിരുന്നു? ഡോക്ടറെ കളഞ്ഞിട്ട് ഇവനെ കെട്ടാമോ? എന്ത് എന്ത് പറഞ്ഞു? അല്ല അത് ആശാരി എന്ത് അന്ന അത് എന്നെ അന്ന എന്നെ ഏ? എന്നെ അന്ന അത് അന്ന എന്നെ 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 അന്ന അത് എന്നെ അന്ന എന്നാണോ അന്ന എന്നാണോ ഇങ്ങോട്ട് നോക്കടോ. എന്താ? അശ്ശോ എടാ മുഖം കണ്ടപ്പോഴാണ് ഓർത്തത് ഒരു പേഷ്യന്റ് എനിമ കൊടുക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് കൊടുക്കാം. അന്ന 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 എടാ പന്ന ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോടാ. എനിക്ക് വലിയ ഇഷ്ടമാണ് കെട്ടണം. എടാ നിനക്ക് യോഗ്യത ഉണ്ടോടാ? എന്തുപോലെ യോഗ്യത ഉണ്ടോടാ നിനക്ക്? ആശാരി കൂടെ നടക്കും. ആശാൻ പറയല്ലോ ആശാൻ യോഗ്യത ഞാൻ യോഗ്യത ഉണ്ടെന്ന് പറയല്ലോ. അയ്യോ അത് യോഗ്യത എന്നല്ല പറയുന്നത്. നീ എനിക്കൊരു ബാധ്യതയാണെന്നാണ് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ നിനക്ക്? എടാ ഞാൻ ചന്തയിലൊക്കെ കിടന്ന് അടി ഉണ്ടാക്കുമ്പോ ആ അടിക്കടെ തെറിച്ച് വീഴുന്ന പച്ചക്കറി കാരറ്റും ഈ ഉണക്കമീനും ഒക്കെ എടുക്കാൻ അല്ലാതെ നിനക്ക് എന്തുവരെ കഴിവുണ്ടോടാ നിനക്ക്? ഉണ്ടോ? ആശാൻ സംസാരിക്കില്ലേ? ഒരു ഗുണ്ട കളിയാക്കരുത്. ഒരു ഗുണ്ടയ്ക്ക് മറ്റൊരു ഗുണ്ട തീർച്ചയായിട്ടും കളിയാക്കാം. കളിയാക്കാൻ പറ്റത്തില്ല. എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഗുണ്ട ആറ്റിലുണ്ട്. നല്ല രാജുവേ എന്തുവാ ഇത്ര വിഷമമുണ്ട് കേട്ടോ. എന്തിന്? ഞാൻ സിസ്റ്ററോട് ഞാൻ കേട്ടു. എന്താ പറഞ്ഞു? നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കയറിയത്. ഞാനിവിടെ അഡ്മിറ്റ് ആകുമ്പോൾ നിനക്ക് എനിക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സിസ്റ്ററെ കാണണം. നീ പ്രാർത്ഥിച്ച് കയറ്റിയല്ലേടാ എന്നെ ആശുപത്രിയിൽ? ഞാനില്ലായിരുന്നു നീ ആരെ കയറ്റിയാലൂടെ പ്രാർത്ഥിച്ചു? ഞാൻ അപ്പൂപ്പനെ വെച്ചൊന്ന് ട്രൈ അടിച്ച് നോക്കി കയറ്റാൻ വന്നു. എങ്ങനെ? ഞങ്ങളുടെ അപ്പൂപ്പനെ കഴിഞ്ഞ മഴയത്ത് മുറ്റത്ത് നിർത്തി പനി പിടിപ്പിക്കാൻ. ആ പനി പിടിച്ച് കഴിയുമ്പോൾ കൂടുമ്പോൾ ഇവിടെ കൊണ്ടുവരാമല്ലോ. എനിക്ക് എന്താ ഈ പെണ്ണിനെ കാണാമല്ലോ. പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പൻ മഴ നനഞ്ഞിട്ടേ തോർത്തി കഴിഞ്ഞൊരു കടുകാപ്പ് പിടിച്ചപ്പോ ആ പനി അങ്ങ് പോയി. അങ്ങനെ പണ്ടുള്ളൊരു പനി വന്നാലേ ഒരു ചുക്ക് കാപ്പി കുടിച്ചാൽ മാറും. പക്ഷെ ഇപ്പോഴത്തെ അസുഖം വന്നാൽ ഒരു ചുക്കും കുടിച്ചാൽ മാറത്തില്ല. അതാണ് പണ്ടുള്ളവരുടെ ആരോഗ്യം. കേട്ടോടാ? നീ ഒരു ഉപകാരം ചെയ്യണം പ്ലീസ്. സൈലൻസ്. ഉപകാരം ചെയ്യാമോ? എന്തുവാ കാര്യം? എന്തുവാ? നമ്മൾ ഈ ഗുണ്ടകളല്ലേ ഇവിടെ എത്ര നാളൊന്നും വെച്ച ഈ ആശുപത്രി കിടക്കുന്നത്? എനിക്കാണ് ഈ മരുന്നിന്റെ ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല. നാക്കിന്റെ ഒക്കെ രുചി കെട്ടു. ഒരു ചെറുതടിച്ചാരനെ കൊള്ളായിരുന്നു. ഇപ്പോഴോ? ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ആരാൻ കുടിക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ലെന്ന്. ആ പഴുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന്. സാരമില്ലെന്ന്. ഇട അടിച്ചില്ല. എനിക്ക് കൈ കാലൊക്കെ വിറയ്ക്കുന്നോ സത്യമായിട്ടും. ആശാൻ പറഞ്ഞില്ല ഞാൻ മണ്ണമേട്ടി കാട് വെട്ടാൻ പോയെന്ന്. ആ പൈസക്ക് ഞാൻ സാധനം മാറ്റി വേണ്ടേ? ക്വാർട്ടർ ആണല്ലോടാ ഇത്? അല്ലല്ല പുള്ള പിന്നെ ഇത്ര ചെറുത് അപ്പുറത്ത് അത് ഏലസ്. ഒരു കാര്യം ചെയ്യും. ബിവറേജിലെ കുപ്പി കണ്ട ഇവിടുത്തെ ഡോക്ടർക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ കുടിക്കുന്ന ആശാൻ കുടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സംഭവം ചോദിച്ചാല് ഈ മരുന്നിന്റെ ഒക്കെ കുപ്പിയെ ഇവിടുന്ന് കമ്പൗണ്ടർ പറക്കി ആ വെളിയിൽ ആ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. നീ അതിനകത്തൊന്നും ഒരു കുപ്പി എടുത്ത് അതിനകത്ത് തൊഴിച്ചോണ്ട് അപ്പൊ അറിയത്തില്ല. അതിന് അറിയത്തില്ല. നമ്മൾ കട്ടലിൽ കീഴ് വെച്ച് അടിച്ചാലും അറിയത്തില്ല. കുപ്പിയാണെന്ന് വിചാരിക്കത്തുള്ളൂ. പെട്ടെന്ന് എടുത്തുള്ളൂ കേട്ടോ. എന്റെ ശിഷ്യൻ തന്നെ കേട്ടോ. രോഗികളായാലേ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അവർ തിരിച്ചിങ്ങോട്ടും കാണിക്കണം. ആ രണ്ടാം വാർഡിൽ കിടക്കുന്ന വത്സലോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് BP കൂടുതലാണ്, നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം, എണ്ണ അതുപോലെ ഉപ്പൊന്നും കൂട്ടരുന്ന്. അവരെന്നോട് ഉടനെ പറയുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല, ഈ നേഴ്സിന്റെ നോട്ടം കാരണം അവർക്ക് BP കൂടുന്നതെന്ന്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്റെ നോട്ടം കണ്ട് അവർ പേടിക്കുമെന്ന്. സത്യം പറയാൻ എന്റെ നോട്ടം കണ്ട് നിങ്ങൾ പേടിക്കോ? അത്ര കഠിന ഹൃദയമാണോ ഞാൻ? ആണോ? എടോ അത്ര കഠിന ഹൃദയമാണോ ഞാൻ? ഞാൻ എല്ലാ കാര്യങ്ങളും അതാത് രീതിയിലല്ലേ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഡിസ്ചാർജ് വേണം. ഡിസ്ചാർജ് തരാൻ പറ്റത്തൊന്നുമില്ല. ഡിസ്ചാർജ് വേണം. ഒരു 10 മിനിറ്റത്തേക്ക് ഡിസ്ചാർജ് തരോ? അവിടെ ഒരു പോയിട്ട് വരുമ്പോഴത്തേക്ക് ഡിസ്ചാർജ്. എടോ ഇപ്പൊ ഇയാൾക്ക് ഡിസ്ചാർജ് തരാൻ പറ്റത്തില്ല. എന്താന്ന്? ഇൻ കേസ് ഡിസ്ചാർജ് തന്നാ കൂടി ഇയാൾ വീട്ടിൽ പോയി നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കണം. ഒരു ഗുണ്ടയോട് പറയാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. ബെഡ് റെസ്റ്റ് ഒന്നും ഒരു ഗുണ്ടയുടെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതല്ല. ഞങ്ങൾ തേരാപ്പാറ നടന്ന് അറിഞ്ഞും പുറഞ്ഞും പെട്ടു. ഇത് കണ്ടോ? അയ്യോ ട്രെയിൻ പാളം തെറ്റി കിടക്കുന്ന ഫോട്ടോ. ഇത് ട്രെയിൻ പാളം തെറ്റി കിടക്കുന്ന ഫോട്ടോ അല്ല. തന്റെ കാല് 2-3 ഒടിഞ്ഞതിന്റെ എക്സ്ട്രാ ആണ്. എക്സ്ട്രാ അതിനി ഒട്ടുന്ന വരെ താൻ ഇവിടെ കിടക്കണം. അയ്യോ അല്ല ആ ഡോക്ടർ വരുവാണ്. എന്താ ചെയ്യാനാന്ന് പറയും. ഇവനെ കാണുന്നില്ലല്ലോ. നീ എന്തിനാണ് ഈ വിറ്റാടി മരുന്നൊക്കെ എടുത്തുണ്ടോ? ആശാൻ ഇത് പറഞ്ഞത് വെച്ചാൽ മറ്റേ മരുന്നിന്റെ കുപ്പി ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സാധനം വെച്ച് ഇവിടെ കൊണ്ടുവന്നു. പരസ്യമായിട്ട് അടിച്ചാൽ ഇവർ അറിയില്ല. ഇവിടെ കണ്ടേ കുപ്പി ഇരിപ്പുണ്ടോ തോന്നടാ. എന്തോ ഗ്ലാസ് ഉണ്ടോ ഇവിടെ കണ്ടേ? എന്തുവാ ചേട്ടാ ഇത്? ആ സിന്ധു സിസ്റ്റർ ഒരു ബോധം ഇല്ലാതെ ഓരോന്ന് ചെയ്ത് വെച്ചോളാം. ഇനി ഇതിന്റെ കണക്ക് ഞാൻ വേറെ കാണിക്കണം. ഒരു മരുന്ന് തീർന്നിട്ട് എടുക്കാവുള്ളൂ. സിന്ധു സിസ്റ്ററോട് പറയുന്നത് എന്താ ചെയ്യാൻ? കാരണം നാട്ടിലങ്ങ് തെറ്റും. താൻ എന്തോടെ ചെയ്തത്? എന്താണ് ഇയാൾ എന്തോടെ ചെയ്തത്? എന്താ കാണിച്ചത്?
താൻ വന്നപ്പോ പോലെ ഞാൻ തന്റെ അഭ്യാസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താ? ഞാൻ ഇവിടെ താൻ എന്നെ അല്ലോടോ. ആഹാ, എടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് കല്യാണം ഉറപ്പിച്ച പെണ്ണ. ആവശ്യമില്ലാത്ത വേലക്ക് നിൽക്കരുത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അത് അവനാ ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ആര് പറഞ്ഞു? എടാ ഇയാൾ വന്നപ്പോ പോലെ ഞാൻ ഇയാളെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞാണോ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എന്റെ എടാ എന്തോ കാണിക്കുവാടോ. ഇയാളെ കാലല്ലയോ അത്? കട്ടിലിൽ കിടക്കാനല്ലേ പറഞ്ഞു, മേശപ്പുറത്തോട്ട് എന്തുവാടാ ഇത്? ഓരോ മാരണങ്ങൾ ഇങ്ങോട്ട് തന്നെ മലിഞ്ഞു കയറിക്കോളും. അപ്പുറത്ത് വീണു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ ഞാൻ കംപ്ലൈന്റ് പറയും. എന്താ കാണിക്കോട്ടെ താനെ? അല്ല, ഞാൻ അതിന്റെ കാലിൽ ഇച്ചിരി ആട്ടം ഉണ്ടെന്ന് മുമ്പേ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. അത് ശരി, ആപ്പ് വെക്കാൻ കയറിയാന്നോടാ. എങ്ങനെ അടിക്കും? ഞാൻ പോയി എടുത്തോണ്ട് വരാം കേട്ടോ. രഘു കട്ടിലിൽ എണീക്കരുത്. പാലത്തിന് പൈലിങ് ചെയ്യുന്ന പോലെ കുത്തുന്ന അവർക്ക് കേൾക്കും. എന്തോ ചെയ്യും? ഞാൻ ആശാനെ എടുക്കാം. എടുക്കുവോ? എന്താ കാണിക്കോട്ടെ? എന്തോ കാണിക്കും? ഇതൊരു ഹോസ്പിറ്റലാന്നുള്ള ബോധമില്ല നിനക്കൊക്കെ. മര്യാദയുടെ ഭാഷയിൽ ഇത്ര നേരം ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. വിസിറ്റ് സമയം കഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഞാൻ പോകാൻ പറ്റത്തില്ല. എങ്ങനെ പോകുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഡോക്ടറിനോട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിടും കേട്ടോ. ആവത്തില്ലേ ഇതിങ്ങളെ കൊണ്ട് കൊണ്ടുപോയി എന്തോ ഒരു മണ്ടത്തരാണ്. ഇയാൾ പറഞ്ഞിട്ടില്ലേ മറ്റേ കുപ്പിക്കകത്ത് നമുക്ക് കുടിക്കാൻ പോരാ. എത്ര അവസരം കിട്ടിയ ഒറ്റ അടിക്കാൻ പൈസ മുടക്കി ഞാൻ ഉണ്ടാക്കി വന്നത്. കുടിക്കുന്നത് എനിക്ക് വിളിച്ചിട്ട് വേണം കുടിക്കാനും. എനിക്ക് തലക്ക് കിക്ക് കിട്ടും. എങ്ങനെ? അവര് ബിറ്റാഡിനാന്നും പറഞ്ഞോണ്ടല്ലേ എടുത്തോണ്ട് പോയേക്കുന്നത്. ഇത്ര കഴിയുമ്പോ എന്റെ മുറിവ് ഡ്രസ് ചെയ്യാൻ വരും. ആ ബിറ്റാഡിനെ ഒഴിച്ച് ആ മുറിവിനകത്ത് ഒഴിക്കുമ്പോ അതുവഴി എല്ലാം ഞരമ്പിൽ കൂടെ കയറി എനിക്ക് കിക്ക് കിട്ടും. നീ എന്തോ ചെയ്യോടാ? ബുദ്ധിയില്ലാത്തവ. എനിക്ക് കാലങ്ങോട്ട് പൊക്കി വെക്കണം. കാലങ്ങോട്ട് പൊക്കി വെക്കാന് പ്ലാസ്റ്റർ ഇട്ടേക്കല്ലോ. ഇവിടുത്തെ മുറിവ് കാണിക്കും. കൊള്ളാമോ നോക്കട്ടെ ഇച്ചിരി. ഇന്ന് ഞാൻ കരയത്തില്ല. ഇന്ന് കരയത്തില്ല. ഒരു 90 രൂപ ഒഴിക്കാം. എന്താ? അല്ല, ഒരു ശാലം കൂടെ ഒഴിച്ച് കഴുകാം. സാധാരണ നിലവിളിക്കുന്നതാണല്ലോ ഇത്. ഒരു 10 രൂപ ഒഴിക്കാം. ടച്ചിങ് ഒന്നുമില്ലേ? ടാബ്ലറ്റ്സ് ഒന്നും ഇല്ലേ? നേരത്തെ തന്നത് ആണോ? കൊണ്ടുപോകാന്നോ? ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ അങ്ങനെയാണ് സംഭവം. അങ്ങനെ എനിക്ക് കിട്ടുമല്ലോ. നിനക്ക് അങ്ങനെ കിട്ടും. നിന്റെ കൈ മുറിഞ്ഞിട്ടില്ലല്ലോ. സിസ്റ്ററേ, എന്റെ കൈ മുറിവിനകത്ത് ഇത്തിരി ഒഴിക്കാമോ? എനിക്കറിയത്തില്ല. അവിടെ കണ്ട് കൊണ്ട് മുറിഞ്ഞതൊന്നും ഒഴിക്കാമോ? അങ്ങനെ പറ്റത്തില്ല. ഇയാള് ആദ്യം പോയി OP ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് വന്ന് ഡോക്ടറെ കാണണം. ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രമേ എനിക്ക് മരുന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻ കേസ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വേറെ അടുത്ത് പോകേണ്ടി വരും. ഞാൻ അത്രയും പോട്ടേക്ക് വരുമ്പോഴത്തേനും സാധനം തീർന്നു പോകും. സാധനം തീർത്തില്ല. മരുന്ന് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ആ മരുന്നൊന്നും അല്ലത്. പിന്നെ ആശാരം കൊടുക്കാൻ വേണ്ടി ഞാൻ അതിന് മദ്യം ഒഴിച്ച് വെച്ചേക്കോ. അത് കുടിക്കാതെ. എന്റെ ദൈവമേ, ഈ ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കാനും മദ്യപിച്ചോ? അത് സംഭവം എന്താണെന്ന് വെച്ചാൽ 10-20 ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നില്ല. ഹലോ ഡോക്ടർ, ഈ രഘു അയാളുടെ ശിഷ്യനും കൂടെ ഞാൻ നിൽക്കല് ഇവിടെ നിന്ന് മദ്യപിച്ചതല്ലേ? ഈ മുറിവിനകത്തോടെ എന്തോ ഒരു സംഭവം. ഓക്കെ ഡോക്ടർ, അങ്ങനെ ചെയ്യാം. രണ്ടുപേരുടെ കാര്യം തീരുമാനമായി. പൊക്കോളാൻ പറഞ്ഞു. തുണിയും മണിയെല്ലാം എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം. അവിടെ ആംബുലൻസ് വരും. ഞാൻ ഓട്ടോ വിളിച്ച് പോക്കോളാം. ഓട്ടോ എന്ന് വിളിച്ച് വീട്ടിൽ പോകാനുള്ളതൊന്നുമല്ല. നിന്നെയൊക്കെ ഡി അഡിക്ഷൻ സെന്ററിലോട്ടാക്കാനാ പറഞ്ഞത്. നിന്റെയൊക്കെ കള്ളൂടി നിർത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ ഞങ്ങൾക്കാ. ചോര പറഞ്ഞ തല കറങ്ങുന്നൊക്കെ. അയ്യാ, ചോര പറഞ്ഞ തല കറങ്ങിയപ്പം സഹിക്കുന്നില്ല ഇല്ലയോ? മദ്യവെച്ച് തല കറങ്ങുമ്പോ നിനക്കൊക്കെ സഹിക്കോടാ. ഇവളാണ് കുടിച്ചിട്ട് നിൽക്കുന്നത്.